പുരാതന വെസ്റ്റ് ആഫ്രിക്കയിൽ കറൻസി ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഗ്ലാസ് ബീഡ്സ്. അതുകൊണ്ട് ഇവരിത് കറൻസി ആയിട്ട് യൂസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആഫ്രിക്കയിൽ വളരെ റയർ ആയിട്ട് അവൈലബിൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത് അവരൊരു കറൻസി ആയിട്ട് യൂസ് ചെയ്തു പോകുന്നു. അവിടേക്കാണ് യൂറോപ്യൻസ് കടന്നു വരുന്നത്. യൂറോപ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫാക്ടറിയിൽ വളരെ ചീപ്പായിട്ട് മാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആയിരുന്നു. അതുകൊണ്ട് തന്നെ യൂറോപ്യൻസ് വലിയ രീതിയിൽ യൂറോപ്പിൽ നിന്ന് മാനുഫാക്ചർ ചെയ്ത് ഷിപ്പിലാക്കി ഇത്രയും ഗ്ലാസ് ബീഡ്സുകൾ കൊണ്ടുവന്ന് വെസ്റ്റ് ആഫ്രിക്കക്കാരുമായിട്ട് ട്രേഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് വെസ്റ്റ് ആഫ്രിക്കക്കാർ മനസ്സിലാക്കി തുടങ്ങി ഞങ്ങൾ വലിയ രീതിയിൽ കൊള്ളയടിക്കപ്പെട്ടു. ഗ്ലാസ് ബീഡ്സിന്റെ സപ്ലൈ കൂടിയതോടുകൂടെ തന്നെ അവരുടെ കറൻസിയുടെ മൂല്യം വലിയ രീതിയിൽ ഇടിഞ്ഞുപോയി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഏതൊരു കറൻസിയും അത് വളരെ എളുപ്പം ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ മണി, നിങ്ങൾ പർച്ചേസിംഗ് പവർ ഓരോ വർഷവും കുറഞ്ഞു വരും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഓൺ ആൻ ആവറേജ് ഗ്ലോബൽ ലെവൽ എടുത്തു നോക്കുകയാണെങ്കിൽ 10 മുതൽ 12% നമ്മുടെ മണി സപ്ലൈ കൂടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മണി ഇത്തരത്തിലുള്ള ഈ ഒരു കറൻസിയിലാണ് സേവ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ പർച്ചേസിംഗ് പവർ ആണ് തന്നെ പോകും. അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള മണി എന്ന് പറയുന്നത് ബിറ്റ് കോയിൻ